താമരശ്ശേരി രൂപതയുടെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച അർപ്പിതം 2024 കൂട്ടായ്മ ശ്രദ്ധേയമായി. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഫൊറൂന ചർച്ച് പാരിഷ് ഹാളിൽ ഏപ്രിൽ 17 നടന്ന സംഗമത്തിൽ 1000-ഓളം വൈദികരും സന്യസ്തരും പങ്കെടുത്തു. സഭയാകുന്ന വലിയ രഹസ്യത്തിലേക്കാണ് ഓരോ സമർപ്പിതരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും സഭയുടെ തൂണും സത്യത്തിന്റെ കോട്ടയുമാണ് അവരെന്നും ആമുഖ പ്രഭാഷണത്തിൽ ബിഷപ്പ് മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ വ്യക്തമാക്കി. അപൂർവമായ ഒരു അവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. ഈ ഒരു ദിവസം ഒരുക്കി തന്ന ആ വലിയ ദൈവസ്നേഹത്തെ ഓർത്ത്. രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഗമം ക്രമീകരിക്കുക. അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. എല്ലാവരെയും കാണുന്നതിനും രൂപതയിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കൃതജ്ഞത അർപ്പിക്കുന്നതിനുമെല്ലാമുള്ള നല്ലൊരു അവസരം. ഇതിന് കാരണമായത് 2026 താമരശ്ശേരി രൂപത 40 വർഷങ്ങൾ പിന്നിടുകയാണ്. അതിനോട് ചേർന്ന് 27 കർമ്മ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അന്വർത്ഥമാകുന്നെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ രൂപതയ്ക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. രൂപതയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷകരായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരെല്ലാം ഓർക്കുന്ന നല്ല ഒരവസരം. ഏകദേശം 3000-ലധികം സമർപ്പിതർ, വൈദികരും സമർപ്പിതരുമായിട്ട് താമരശ്ശേരി രൂപതയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ അതിൽ ചെറിയൊരു ഭാഗത്തിന് മാത്രമേ നമുക്ക് ഇവിടെ വരാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാവരും മിഷൻ പ്രദേശങ്ങളിലും വിദേശത്തുമായിട്ടൊക്കെ ജോലി ചെയ്യുന്നത് കൊണ്ട് എളുപ്പമുള്ള കാര്യമല്ല. സമർപ്പിത ജീവിതത്തിലെ വെല്ലുവിളികളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് ആദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടൻ വിശദീകരിച്ചു. 4 പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ കുറിച്ചും ആ പ്രതിസന്ധികളിൽ നാം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചും വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, ഇന്ന് നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം കണ്ടെത്താൻ, സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാതിരിക്കുക എന്നത്. നിങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരാണ് എന്നെനിക്കറിയാം. എങ്കിലും പലപ്പോഴും പല വൈദികരും പല സന്യസ്തരും ഈ വൈദിക ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പ്രയാസപ്പെടുന്നു. സിനിമാ താരം സിജോയ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇതുപോലെ 10-15 വയസ്സിലൊക്കെ തമ്പുരാനെ കുറിച്ച് അറിയാനൊക്കെ സാധിക്കുക, സന്യാസ ജീവിതത്തിലേക്കും പൗരോഹിത്യത്തിലേക്ക് വരാനൊക്കെ ഒരു ദൃഢനിശ്ചയം എടുക്കുക, അതിനൊക്കെ ഒരു അവസരം കുടുംബത്തിലുണ്ടാവുക, അതൊക്കെ ഒരു അൽമായർ അസൂയോടുകൂടി നോക്കിക്കാണുന്ന കാര്യങ്ങളാണ്. എല്ലാ അൽമായരും അല്ല. തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെയൊക്കെ ഒരു വാല്യൂ സമൂഹത്തില് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. വികാരി ജനറൽ മോൺസിഞ്ഞൂർ അബ്രഹാം വയലിൽ, ഫാദർ തോമസ് ചിലമ്പിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. രൂപത ചാൻസലർ ഫാദർ സുബിൻ കാവളപ്പാട്ട്, ഫാദർ കുര്യൻ പുരമടത്തിൽ, ഫാദർ ജിൽസൺ തയ്യിൽ എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ ജെയിംസ് കിളിയനാനി രചിച്ച 2 ഗ്രന്ഥങ്ങൾ ചടങ്ങിൽ ബിഷപ്പ് മാർ റെമീജിയൂസ് ഇഞ്ചനാനിയിൽ പ്രകാശനം ചെയ്തു. ഗ്രന്ഥത്തിന്റെ ആദ്യ പ്രതി മാർ പ്രിൻസ് പാണങ്ങാടനാണ് ഏറ്റുവാങ്ങിയത്. ഷിക്കിന ന്യൂസ്, കോഴിക്കോട്.